അപ്പൊ ചെറുപ്പത്തിൽ സ്കൂളിൽ അങ്ങനെ സ്കൂളിലില്ല. സ്കൂളിൽ സമയത്ത് പാടുക. പാട്ടായിരുന്നു അപ്പോ? പാടുക വെച്ചാൽ വീട്ടിൽ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട് കുറച്ച് പാട്ടും നാൾ. പഠിച്ചിട്ടുണ്ട് ആ കർണാടക. പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മത്സരങ്ങൾക്കും അങ്ങനെയൊന്നും അധികം പോയിട്ടില്ല, എന്നാൽ പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു, അതിനകത്തായിരുന്നു കോൺസെൻട്രേഷൻ. 10ാം ക്ലാസ് ഏകദേശം ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 8ാം ക്ലാസ് തൊട്ട് ഞാൻ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. ഞാൻ ക്ലാറൻ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. അപ്പൊ അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ട്. പ്രോഗ്രാമില്ല, അന്ന് കച്ചേരിയാണ്. ഞാൻ പഠിച്ചത് ക്ലാസിക്കലാണ്. അന്ന് അപ്പം പഠിപ്പിച്ചത് മുഴുവൻ ക്ലാസിക്കലാണ്. കീർത്തനങ്ങളും വർണ്ണങ്ങളും അങ്ങനെയുള്ള കുറേ. അപ്പൊ കോളേജിലും ഇതുപോലെ തന്നെ? കോളേജിലെന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി വരെ പോയിട്ടുണ്ട്, തോറ്റ് തൊപ്പിയിട്ട്. തൊപ്പിന്ന് വെച്ചാൽ ഞാൻ പരീക്ഷയൊക്കെ എഴുതിയെന്ന് വേണം പറയാൻ, അത്രേ ഉള്ളൂ. 0. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇതാണ് മ്യൂസിക്കാണ് നമ്മുടെ ഒരു മെയിൻ എന്നുള്ളത് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ. അത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മ്യൂസിക് കോളേജിൽ പോകണമെന്നായിരുന്നു. പക്ഷെ വീട്ടുകാർ വീട്ടിൽ പഠിച്ചാൽ മതിയെന്ന് അപ്പച്ചൻ പറഞ്ഞു. അവർക്കൊക്കെ ജോലി വേണമെന്നായിരുന്നു. ശരി.